ഹലോ എല്ലാ കൂട്ടുകാരോടും. ഇത് എൻ്റെ വീട്ടിലെ ടെറസിൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് നട്ട് പരിപാലിക്കുന്ന നാരകത്തിലെ എൻ്റെ ഫലവൃക്ഷത്തിൽ നിന്നുള്ള ഫ്രൂട്ട്സുകളാണ് ഞാൻ ഇനിയിപ്പോൾ ഇതിനോട്ട് ഇടാൻ പോകുന്നത്. അപ്പം ഓരോ ഫ്രൂട്ട്സും ഞാൻ ഓരോ ദിവസം ഇടുന്നതായിരിക്കും. ഇത് നമ്മൾ ആരെയും കഴിവുകൊണ്ടല്ല, ജോലി കഴിഞ്ഞ് വരുന്ന ഓരോ മണിക്കൂറും ഞാനിങ്ങനെ കൃഷിയിൽ 1-2 hours എടുക്കാറുണ്ട്. ഏതായാലും എനിക്ക് നല്ല രീതിയിൽ സീഡ്ലെസ് ലെമൺ അതിൻ്റെ ഫ്രൂട്ട്സ് തന്നു. എല്ലാം ദൈവകൃപയാൽ, ദൈവത്തിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ട് മാത്രമാണ് നമ്മൾ എത്ര കൃഷി ചെയ്താലും അവൻ വിചാരിക്കണം നമുക്ക് ഈ ഫ്രൂട്ട്സ് തരണം എന്നുള്ളത്. അത് ഇതുവരെ നല്ല രീതിയിൽ ഇതിനകത്ത് നല്ലോണം നാരങ്ങ പിടിച്ചിട്ടുണ്ട്. നല്ല വലിപ്പവും ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു 1/2 കിലോളം ഭാരം വരും. അത് ഇത്രയും വളർന്ന് വലുതായി. സാധാരണ ഞാൻ അടുക്കള കമ്പോസ്റ്റ് വേസ്റ്റ്, അങ്ങനെ സ്ലറി, കഞ്ഞിവെള്ളം അതെല്ലാം കൂടി ചേർത്താണ് ഒഴിക്കുന്നത്. മിക്സ് ചെയ്ത് പുളിപ്പിച്ച് എനിക്ക് ടൈം കിട്ടാറില്ല. എന്നാലും 3-4 ദിവസവും അല്ല ചിലപ്പോൾ 10-15 ദിവസമായി ഇപ്പം കൂട്ടി വെച്ചേക്കുന്നതൊക്കെ സ്ലറി എടുത്ത് ഒഴിക്കാൻ നേരം. അതിൻ്റെ ഒരു പവർ കൊണ്ടാകാം ദൈവം ഇത്രയും ഫ്രൂട്ട്സിൻ്റെയും കായ്ഫലങ്ങൾ തന്നതെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു തൈയാണ്. അതിൽ ഇപ്പം ഇലയ്ക്കൊക്കെ ഭാരമാണ്. ഇഷ്ടംപോലെ 10-20ഓളം കായ്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ടെറസിൽ നിന്ന് അവിടുന്ന് കാണാം. ടെറസിന് താഴെ വരെയും ഇങ്ങനെ ഒരുപാട് കായ്കൾ കിടപ്പുണ്ട്. അപ്പോൾ ദിവസവും ഞാനിങ്ങനെ ഓരോ ഫ്രൂട്ട്സിൻ്റെയും എന്നും വിചാരിക്കും എല്ലാവരും യൂട്യൂബിലിടുന്നു, അപ്പോൾ എനിക്കും ഒന്ന് ഇട്ടാൽ കൊള്ളാം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ അതിനകത്ത് കായ്ഫലങ്ങൾ വരുന്നു. ഒരു ചെറിയ നാരങ്ങയ്ക്ക് അത് 10-25 നാരങ്ങയോളം കിളിച്ച് അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ വീഡിയോ പിടിച്ചു. ഇനി ഇതെല്ലാം പറിച്ച് നമുക്ക് അച്ചാറിടണം. സ്കൂൾ തുറക്കുമ്പോഴത്തേക്കിന് കുട്ടികൾക്കുള്ള അച്ചാറായല്ലോ എന്ന് നമുക്ക് എല്ലാവരും ഇതുപോലെ ചിന്തിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് അതിൻ്റേതായ വിളവുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ കൃഷിയിലോട്ട് മുന്നിട്ട് ഇറങ്ങുക. ഓക്കെ.